നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ന്യൂമാൻ കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൊടുപുഴയിൽ വിളംബര റാലി നടന്നു. സാംസ്കാരിക പൈതൃകം വിളിച്ചോതിയ ജാഥയിൽ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും അണിനിരന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവ കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴയിൽ നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയിലെ പാറേപ്പറമ്പ് ശുദ്ധജല പദ്ധതി നാടിന് സമർപ്പിച്ചു. മന്ത്രി PJ ജോസഫ് ശുദ്ധജല പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. JCI മുതലക്കുടം യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ജില്ലാ ജഡ്ജി KA ബേബി ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ നടന്നുവന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ സമാപിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച സ്റ്റേജിന്റെ വെഞ്ചിരിപ്പും നടന്നു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിളംബര ജാഥ നടത്തി. ന്യൂമാൻ കോളേജ് അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ജാഥ തൊടുപുഴ DYSP ആന്റണി തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ സുവർണ ജൂബിലി വിളംബര ജാഥയുടെ ഉദ്ഘാടനം ഇവിടെ ഞാൻ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു വർഷത്തെ നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ ഈ ജൂബിലി ആഘോഷ വേളയിൽ എല്ലാ നന്മകളും നിങ്ങൾക്ക് ഞാൻ നേരുന്നു. നല്ലതും നന്മയും നേർന്നുകൊണ്ട് ഈ സുവർണ ജൂബിലി വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ്, കോളേജ് മാനേജർ റവറന്റ് ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട്, ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, വൈസ് പ്രിൻസിപ്പൽ KJ ജോൺ, ഫ്രാൻസിസ് കണ്ണാടൻ, ഡോക്ടർ ജോൺസൺ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന വിളംബര ജാഥ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പൂർവ്വ അധ്യാപകരുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഗാന്ധി വേഷമണിഞ്ഞ വിദ്യാർത്ഥികളും നിശ്ചല ദൃശ്യങ്ങളും വധൂവരന്മാരുടെ വേഷവിധാനത്തോടെ കുട്ടികളെത്തിയതും ജാഥയ്ക്ക് കൊഴുപ്പേകി. സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങളും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ വേഷവിധാനങ്ങൾ ഉൾപ്പെടെ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ജാഥ ജനശ്രദ്ധയാകർഷിച്ചു. കോളേജ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച ജാഥ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഗ്രൗണ്ടിൽ സമാപിച്ചു. വേഗതയിലാകുവാൻ മുൻനിരയിൽ നിൽക്കുന്നവർ ശ്രദ്ധിച്ചാൽ ഉപകാരമായിരുന്നു. റാലി അല്പം കൂടി വേഗതയിലാകുവാൻ മുൻനിരയിൽ നിൽക്കുന്നവർ ശ്രദ്ധിച്ചാൽ സന്തോഷമായിരുന്നു. ആനയിക്കണമേ, അന്ധകാരത്തിൽ നിന്ന് ഞങ്ങളെ പ്രകാശത്തിലേക്ക് ആനയിക്കണമേ എന്ന് വിളിച്ചോതുന്ന വിധത്തിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന ദീപത്തിനെ മറ്റൊന്നിനെ മതത്തെ പ്രതിനിധീകരിച്ച് 3 ജോഡി ദമ്പതികൾ ഇതാ നീങ്ങുന്നു. മുത്തുപ്പട പിടിച്ച 2 പേർ തീർന്നില്ല. ഗാന്ധിജിയും 2 ബട്ടർഫ്ലൈസും വീണ്ടും ഇതിന് മനോഹാരിത പകരുന്നതായിട്ട് കാണുന്നു. യൂണിഫോം ധരിച്ച 6 ആൺകുട്ടികൾ താലപ്പൊലിയും എത്തിക്കൊണ്ട് എത്രയോ യുവതികളാണ് ഷെയ്ഡും ധരിച്ച് നീങ്ങുന്നത്. നാളെ ആ ദിശയിൽ ദൗത്യം അഗ്നി വിക്ഷേപിക്കുവാൻ ആനയുടെ കൊണ്ടു നടക്കുന്നു.
വർക്ക്ഷോപ്പ് മേഖലയിലെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ ആഭിമുഖ്യത്തിൽ 7-8 തീയതികളിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർക്ക്ഷോപ്പ് തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ മുമ്പിൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരുവിധ അനുകൂല നടപടിയും സ്വീകരിക്കാത്തതിൽ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ഈ ശക്തമായ സമരപരിപാടിയിൽ ഇടുക്കിയിൽ നിന്നുള്ള പ്രവർത്തകരെ അണിചേരുമെന്ന് അറിയിക്കുന്നു. വർക്ക്ഷോപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ അനുവദിക്കുക, ക്ഷേമനിധിയും പെൻഷനും അനുവദിക്കുക, ക്ഷേമനിധി അംശാദായം ബാങ്കിൽ അടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക, ക്ഷേമനിധി ബോർഡ് ഏർക്കുന്ന തീരുമാനങ്ങൾ സർക്കാർ അടിയന്തരമായി നടപ്പിലാക്കുക, പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും സ്പെയർ പാർട്സ് വിതരണം നടത്തുമ്പോഴും സെസ് ഏർപ്പെടുത്തി ക്ഷേമനിധി ബോർഡിൻ്റെ ഫണ്ട് വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ മറവിൽ ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകൾക്ക് നേരെയുള്ള കടുത്ത നടപടികൾ അവസാനിപ്പിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യമായ ലൈസൻസ് നൽകുന്നതിനുള്ള നിയമങ്ങൾ സുതാര്യമാക്കുക, ARIIA നിയമത്തിൻ്റെ മറവിൽ വർക്ക്ഷോപ്പുകളെ പീഡിപ്പിക്കാതിരിക്കുക, പഞ്ചായത്തുകൾ തോറും വർക്ക്ഷോപ്പുകൾ തുടങ്ങുന്നതിന് സർക്കാർ ഭൂമി പാട്ടത്തിന് ലഭ്യമാക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക. വർക്ക്ഷോപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷൻ അനുവദിക്കുക, ക്ഷേമനിധി അംശാദായം ബാങ്കുകളിൽ അടയ്ക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക, പരിസ്ഥിതി മലിനീകരണത്തിന്റെ മറവിൽ ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകൾക്ക് നേരെയുള്ള നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹം നടത്തുന്നത്. 7-ാം തീയതി രാവിലെ 11:30 നടക്കുന്ന സത്യാഗ്രഹ സമരം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. 8-ാം തീയതി രാവിലെ 11:30 നടക്കുന്ന സത്യാഗ്രഹത്തിന്റെ സമാപനം VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണ്ണൻ, ജില്ലാ പ്രസിഡന്റ് MK മോഹനൻ, KM സജീവ്, K ഭാസ്കരൻ, AT ഷാജി, PP രാജൻ, P വിനോദ്, AJ ജോസ്, ജെയിംസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. മാരിയിൽ കലുങ്ക് ഗ്രീൻ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും പുതുവത്സരാഘോഷവും നടന്നു. മൗര്യ ഗാർഡൻസിൽ നടന്ന ആഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രീൻ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷനിൽ ഏതാണ്ട് 50ഓളം കുടുംബക്കാരാണ്. അപ്പോൾ ഒരു ചരടിൽ കോർത്ത പുഷ്പം പോലെ ഈ 50 വീടുകളും ഇന്ന് ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രദേശത്ത് വിവിധങ്ങളായ പല വിഷയങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങളിലൊക്കെ അസോസിയേഷൻ ഇടപെടുകയും അതിന് പ്രശ്ന പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളത് ആണ് ഈ അസോസിയേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ, ആ വിഷയങ്ങളെയൊക്കെ പഠിക്കുവാനും അത് ഈ അംഗങ്ങളെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. അങ്ങനെ ഒന്നിച്ചു പോവുക. നമുക്കറിയാം, കുറേ നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്തൊന്നും അങ്ങനെ വലിയ വിഷയമില്ല. നമുക്കറിയാം, വലിയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബേബി കൊറ്റാഞ്ചേരിയിൽ അധ്യക്ഷത വഹിച്ചു. കൺവീനർ MD ദിലീപ്, KG സുരേഷ് കുമാർ, ജോജി K സിറിൽ, സുമതി സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവ കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴയിൽ നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ ഐതിഹാസികമായ മുന്നേറ്റം കേരളത്തിലെയും ഇന്ത്യയിലെയും യുവജന പ്രസ്ഥാനങ്ങൾക്ക് എന്നും മാതൃകയായ ഒരു മുന്നേറ്റമായിരുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന പുതിയ മുദ്രാവാക്യം ഈ യാത്രയുമായി മുമ്പോട്ട് പോകുമ്പോൾ കഴിഞ്ഞ രസകരമായ സ്വീകരണം തീർച്ചയായും വളരെയേറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞാൻ യാത്രയുടെ ഈ പദയാത്ര ആരംഭിച്ച ശേഷം പല പരിപാടികൾ പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിലെ യുവജന സമൂഹം, കേരളീയ സമൂഹം പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മുന്നേറ്റമായി ഈ ജാഥ ഇത് മാറിയെന്ന കാര്യം വളരെയേറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. മതേതര മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വർഗീയ സംഘർഷങ്ങളിലൂടെ
ഈ നാടിൻ്റെ താല്പര്യങ്ങൾ പണയപ്പെടുത്താൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് പ്രസിഡന്റ് ബിജോ മാണി അധ്യക്ഷത വഹിച്ചു. PT തോമസ് MP, KPCC വൈസ് പ്രസിഡന്റ് MK മണി, DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷ്, KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി, KPCC സെക്രട്ടറിമാരായ ജെയ്സൺ ജോസഫ്, നാട്ടകം സുരേഷ്, IK രാജു, ഇബ്രാഹിം കുട്ടി കല്ലാർ, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S അശോകൻ, CP മാത്യു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, ജോയി മാളിയേക്കൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ TB സുനിൽ, ജെബി മേത്തർ, GM ബാലു, സെക്രട്ടറിമാരായ കരുണയിൽ രാജൻ, ഷാജി നൂർനാട്, ഗീത അശോകൻ, അനിത കുമാരി, ശാസ്താംകോട്ട സുധീർ, ജോഷി കണ്ടത്തിൽ, നൌഷാദ് ബ്ലാത്തൂർ, അജ്മൽ KT, നുസൂർ, രാജേഷ് ചന്ദ്രദാസ്, പ്രതീഷ്, രാജേഷ് കുമാർ, AK മനോജ്, യൂത്ത് കോൺഗ്രസ് ഇടുക്കി പാർലമെന്റ് ഭാരവാഹികളായ ജിയോ മാത്യു, MA അൻസാരി, ഷാഹിന, സൈജന്റ്, അനീഷ് കിഴക്കൽ, സിബി, KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാം ജേക്കബ് തെക്കയിൽ, DCC ഭാരവാഹികളായ KV സിദ്ധാർത്ഥൻ, ജോൺ നെടിയപാല, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, NI ബെന്നി, KP വർഗീസ്, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ലീലാമ ജോസ്, ഇന്ദു സുധാകരൻ, ജോണി ചീരാങ്കുന്നിൽ എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവ കേരള യാത്രയുടെ 25ാമത്തെ ദിവസത്തെ പര്യടനം തൊടുപുഴയിൽ നിന്നും ആരംഭിച്ചു. PT തോമസ് MP ജില്ലാ അതിർത്തിയായ നെല്ലാപ്പാറ വരെ പദയാത്ര അനുഗമിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR മഹേഷ്, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് ബിജോ മാണി, ജിയോ മാത്യു, സാം ജേക്കബ്, DCC ഭാരവാഹികളായ KV സിദ്ധാർത്ഥൻ, NI ബെന്നി, ജാഫർ ഖാൻ മുഹമ്മദ് എന്നിവരും ജാഥയ്ക്കൊപ്പമുണ്ടായിരുന്നു. കരിങ്കുന്നത്ത് ജാഥയ്ക്ക് ഊഷ്മളമായ വരവേൽപ്പ് നൽകി. മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി കുര്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KK തോമസ്, TJ അവിര, ജോമോൻ ഫിലിപ്പ്, അനീഷ് കുമാർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ആദരണീയരായ യുവാധ്യക്ഷൻ CR മഹേഷും ഈ നാടിന്റെ പ്രിയങ്കരനായ PT തോമസ് വീണ്ടും പ്രത്യേകതയുള്ള പ്രപഞ്ച സൃഷ്ടികളുമായി തട്ടക്കുഴയിൽ ജോൺസൺ എരപ്പൂഴിക്കര. മുമ്പ് വിചിത്ര നിറവും ഭംഗിയുമുള്ള പാവലും 3 ഏത്തയ്ക്കായ ഒന്നായി ചേർന്ന പഴവും അനവധി പരിപ്പുമുള്ള ജാതിക്കായും ഇരട്ടക്കണ്ണുള്ള നാളികേരവും പുറം ലോകത്തിന് കൗതുകമായപ്പോൾ ഇത്തവണ 3 ചാമ്പങ്ങകൾ ഒട്ടിച്ചേർന്ന് ഒന്നായി തീർന്ന വലുപ്പമേറിയ ചാമ്പങ്ങയാണ് ജോൺസന്റെ കൈവശമുള്ളത്. സ്വന്തം വീട്ടുമുറ്റത്തെ നാട്ടുചാമ്പയിൽ ഉരുത്തിരിഞ്ഞ ഈ ചാമ്പങ്ങ കൗതുകമാവുകയാണ്. നമുക്കിപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ 5 സംഭവങ്ങളുണ്ടായി നിലവിൽ. ആദ്യമേ ജാതിക്ക, പിന്നെ കപ്പളങ്ങ, പിന്നെ ഒരു വാവൽ, പിന്നെ ഒരു വാഴയ്ക്ക, പിന്നെ 2 കണ്ണുള്ള തേങ്ങ. ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ചാമ്പങ്ങ 3 എണ്ണം കൂടിയുള്ള ചാമ്പങ്ങ ഉണ്ടായിരിക്കുകയാണ്. ചാമ്പങ്ങ വരച്ചപ്പോൾ കണ്ട ചാമ്പങ്ങയാണ് അപ്പനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കുലകുലയായി ചാമ്പയിൽ ചാമ്പങ്ങ നിൽക്കുന്നുണ്ടെങ്കിലും ഇരട്ട ചാമ്പങ്ങ സാധാരണയാണ്. എന്നാൽ 3 ചാമ്പങ്ങകൾ ഒന്നായി തീർന്നത് വളരെ അപൂർവമാണെന്ന് ഗവേഷകരും പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ന്യൂമാൻ കോളേജ് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൊടുപുഴയിൽ വിളംബര റാലി നടന്നു. സാംസ്കാരിക പൈതൃകം വിളിച്ചോതിയ ജാഥയിൽ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും അണിനിരന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നയിക്കുന്ന യുവ കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴയിൽ നടന്ന സ്വീകരണ സമ്മേളനം മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയിലെ പാറേപ്പറമ്പ് ശുദ്ധജല പദ്ധതി നാടിന് സമർപ്പിച്ചു. മന്ത്രി PJ ജോസഫ് ശുദ്ധജല പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. JCI മുതലക്കുടം യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു. ജില്ലാ ജഡ്ജി KA ബേബി ഉദ്ഘാടനം ചെയ്തു.
വെള്ളിയാമറ്റം സെന്റ് ജോർജ് പള്ളിയിൽ നടന്നുവന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ സമാപിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് പുതുതായി നിർമ്മിച്ച സ്റ്റേജിന്റെ വെഞ്ചിരിപ്പും നടന്നു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ്, തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.